നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനലിലാണെങ്കിലും എന്നെ പേഷ്യൻസ് ഡയറക്റ്റായിട്ട് വരുമ്പോഴും ഈ ചോദ്യം റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നുണ്ട്. അതിന് കാരണം വെച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസം ഒരു 1-2 മാസം മുമ്പ് നിങ്ങൾക്കറിയാം, നമ്മളൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. ബേസിക്കലി ആർത്രൈറ്റിസിൻ്റെ മരുന്ന് സമയത്തിന് കഴിക്കണം. ഫോർ എക്സാമ്പിൾ MMF ഒക്കെ ആണെങ്കിൽ വെറും വയറ്റിൽ തന്നെ കഴിക്കണം, അല്ലെങ്കിൽ കഴിച്ചില്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കിട്ടില്ല എന്ന് ആയിരുന്നു ആ വീഡിയോയുടെ ഒരു ഇത്. അപ്പം രോഗികൾ വന്ന് ചോദിക്കും, ഡോക്ടറെ മറന്നുപോയി, ഞാൻ എന്താ ചെയ്യുക, മരുന്ന് കഴിക്കാൻ മറന്നുപോയി. ഇത് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ശനിയാഴ്ച കഴിക്കുന്ന, ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കുന്ന മെത്തോട്രെക്സേറ്റിൻ്റെ ആണ് ഈ സാധാരണയായിട്ട് ഈ ചോദ്യം ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുന്ന മെത്തോട്രെക്സേറ്റിൻ്റെ കാര്യത്തിലാണ് ഈ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. ശനിയാഴ്ച ദിവസം കഴിക്കുകയാണെന്ന് നമ്മൾ സാധാരണ പറയുന്നത്. അപ്പോൾ ശനിയാഴ്ച കഴിക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുക? അപ്പം അതിന് 2 തരത്തിലുള്ള ഒരു അപ്രോച്ചാണ് നമുക്ക് ചെയ്യാവുന്നത്. ശനിയാഴ്ച ഗുളിക ഒരു നേരം 2 നേരമായിട്ട് പലപ്പോഴും കഴിക്കുന്നത്, രാവിലെയും വൈകിട്ട് വായിച്ചാലും കഴിക്കും. ചിലർക്ക് ഒരു നേരം, ചെറിയ ഡോസൊക്കെ ആണെങ്കിൽ ഒരു നേരമായിരിക്കും. അതെങ്ങനെ തീരുമാനിക്കുന്നത്? 15 മില്ലിഗ്രാമിന് മുകളിലാണെങ്കിൽ പലപ്പോഴും സ്പ്ലിറ്റ് ചെയ്ത് രാവിലെയും വൈകിട്ടും കൊടുക്കും. അതായത് 20 മില്ലിഗ്രാം രാവിലെ 10, വൈകിട്ട് 10 ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ 10 മില്ലിഗ്രാം കഴിക്കുന്നതാണ് ഒരു ഡോസായിട്ട് കഴിച്ചാൽ മതി. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അബ്സോർപ്ഷൻ ബെറ്റർ ആകാൻ വേണ്ടിയിട്ടാണ്. 2 നേരമായിട്ട് കഴിക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അബ്സോർബ് ചെയ്യും, എസ്പെഷ്യലി ഹയർ ഡോസിൽ. അതുകൊണ്ടാണ് 20 മില്ലിഗ്രാമിന് മുകളിലൊക്കെ പോകുമ്പോൾ 15 മില്ലിഗ്രാമിന് മുകളിൽ പോകുമ്പോൾ സ്പ്ലിറ്റ് ഡോസ് കഴിക്കണം നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, അപ്പോൾ ചിലർ പറയും ഞാൻ രാവിലത്തെ ഡോസ് കഴിച്ചില്ല, ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് വൈകിട്ടത്തെ ഡോസ് കഴിക്കുക, അടുത്ത ഡോസ് ഞായറാഴ്ച രാവിലെ കഴിക്കുക. ശനിയാഴ്ച രാവിലത്തെ ഡോസ് കഴിക്കാൻ പറഞ്ഞത് ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച രാവിലെയായിട്ടും കഴിക്കാം. മാക്സിമം അത് തിങ്കളാഴ്ച വരെ കഴിക്കാം. അത് കഴിഞ്ഞ് നമ്മളത് കഴിച്ചില്ലെങ്കിൽ ആ ആഴ്ചത്തെ ഡോസ് സ്കിപ്പ് ചെയ്തതായിട്ട് കണക്ക് കൂട്ടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അതായത് 20 മില്ലിഗ്രാമിൽ 10 മില്ലിഗ്രാമിന് 2 ഡോസാണ്. അപ്പോൾ ആ 20 മില്ലിഗ്രാം ഒരു ശനിയാഴ്ച കഴിച്ചില്ല എന്ന് വെച്ചാൽ അടുത്ത ശനിയാഴ്ച 20 അല്ലെങ്കിൽ 10 മില്ലിഗ്രാമിൻ്റെ ഡോസ് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് ഡബിൾ ഡോസായിട്ട് വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ സൈഡ് എഫക്റ്റ് ഉണ്ടാകും. അപ്പോൾ ഒരിക്കലും മെത്തോട്രെക്സേറ്റ് 25-30 മില്ലിഗ്രാമിന് മുകളിൽ ഒരു ദിവസം കഴിക്കാൻ പാടില്ല. സാധാരണ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ചികിത്സ അതിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല. എസ്പെഷ്യലി പ്രായമുള്ളവരാണ് ഈ അബദ്ധം കാണിക്കുന്നത്. പലപ്പോഴും സംഭവിക്കുന്നൊരു കോമൺ കാര്യമാണ്. കഴിഞ്ഞ ആഴ്ച നമുക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, കുറേ വർഷങ്ങളായിട്ട് മെത്തോട്രെക്സേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റാണ്. ഇവരെന്ത് ചെയ്തു? മെത്തോട്രെക്സേറ്റ് ടാബ്ലറ്റ് മാറ്റിയിട്ട് അവർ HCQൻ്റെ ബോക്സിൽ കൊണ്ട് വെച്ചു. എന്നിട്ട് ആ ടാബ്ലറ്റ് എടുത്ത് ഡെയിലി കഴിച്ചു. ഡെയിലി കഴിച്ചപ്പം സംഭവിച്ചെന്താ? അവർക്ക് വായ മൊത്തം പൊട്ടി. കേരളക്ക് വരുമ്പോൾ അറിയാം, നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്ത് നമ്മൾ തരാറുണ്ട്. ആ ബോക്സിൽ ശനിയാഴ്ച മാത്രം എന്ന് പറഞ്ഞിട്ട്, വൺസ് എ വീക്ക്, ആഴ്ചയിൽ 1 ശനിയാഴ്ച എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്ത്, അത് പ്രിൻറ്റഡാണ് ബോൾഡായിട്ട്. നമ്മൾ പല പ്രാവശ്യം കൗൺസിൽ, ഇപ്പോൾ കുറച്ച് നാളായിട്ട് അത് കുറച്ച് കുറവാണ്, ഇത്രയും കൗൺസിൽ ചെയ്യുന്നതുകൊണ്ട്. ഇപ്പോൾ പലപ്പോഴും പുറത്തുനിന്ന് നമ്മൾ റെഗുലർ ഫോളോ അപ്പിനാണ് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുമ്പോൾ ഭയങ്കരമായ പ്രശ്നം ഉണ്ടാകും. എന്തുണ്ടാകും? എല്ലാ ദിവസവും എടുത്ത് മെത്തോട്രെക്സേറ്റ് കഴിക്കില്ല, ഡബിൾ ഡോസിൽ കഴിക്കും, ട്രിപ്പിൾ ഡോസിൽ കഴിക്കും. അങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇത് കൗണ്ട് കുറയുന്നു, അല്ലെങ്കിൽ ഭയങ്കര SGPT കൂടുന്നു, വായ മൊത്തം പൊട്ടും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ മെത്തോട്രെക്സേറ്റ് കഴിക്കാൻ മറന്നു പോയി കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിക്കാം, കൂടി വന്നാൽ 1-2 ദിവസം കഴിഞ്ഞ് കഴിക്കാം. അല്ലാതെ അടുത്ത ശനിയാഴ്ച ഡബിൾ ഡോസ് ഒരിക്കലും കഴിക്കരുത്. HCQൻ്റെ കാര്യത്തിലാണെങ്കിൽ 200 മില്ലിഗ്രാം രാവിലെ, 200 മില്ലിഗ്രാം വൈകിട്ടായിരിക്കും. അത് രണ്ടും കൂടി ഒരുമിച്ച് കഴിക്കുന്നതും തെറ്റില്ല. പക്ഷേ 2-3 ദിവസം ഒരുമിച്ച് മിസ്സായെന്ന് വിചാരിച്ചാൽ ആ 3 ദിവസത്തെ ഒരുമിച്ചെടുത്ത് ഒരിക്കലും കഴിക്കരുത്. അപ്പോൾ ഒരു ദിവസത്തെ മിസ് ചെയ്താൽ 2 ഒരുമിച്ചെടുത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരു ഡോസ് സ്കിപ്പായെന്ന് വെച്ചിട്ട് പലപ്പോഴും മെത്തോട്രെക്സേറ്റോ HCQോ സൾഫാസലസിനോ ഒക്കെ ഒരു ഡോസ് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാകില്ല. ഇതിൻ്റെയൊക്കെ എഫക്റ്റ് വരുന്നതും എഫക്റ്റ് പോകുന്നതും ശരീരത്തിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഒരു ഡോസ് കഴിച്ചില്ലെങ്കിൽ ഭയങ്കരമായി നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അടുത്ത ആഴ്ച മുതൽ ബാക്കിയുള്ള മരുന്നുകൾ കറക്റ്റായിട്ട് കഴിക്കുക. അടുത്ത ആഴ്ച മുതൽ ആ മരുന്ന് കറക്റ്റായിട്ട് കഴിച്ചാൽ യൂഷ്വലി കൺട്രോൾ ആകും. പക്ഷേ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഡ്രഗ് മിസ് ചെയ്യാമെന്നല്ല. പക്ഷേ നമ്മൾ റെഗുലറായിട്ട് മിസ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ HCQ രാവിലെയും വൈകിട്ടും കഴിക്കണം. അതെ, ഒരു ദിവസം രാവിലെ കഴിച്ചില്ലെങ്കിൽ 5-6 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ അസുഖം തിരിച്ചു വന്നിരിക്കും. പക്ഷേ ഒരു ദിവസം തിങ്കളാഴ്ച മാത്രം മറന്നുപോയി, അത് കഴിഞ്ഞപ്പോൾ തിങ്കളാഴ്ച രാത്രി നമ്മൾ 2 ഒരുമിച്ച് കഴിച്ചു, പിന്നെ ചൊവ്വാഴ്ച മുതൽ കറക്റ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പം ഉണ്ടാകാറില്ല. അപ്പോൾ ഈ അതുപോലെ MMF ആണെങ്കിൽ രാവിലെ 2, രാത്രി 2 കഴിക്കുന്നത്. ആ 4 ടാബ്ലറ്റ് ഒരുമിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴും ഗ്യാസ്ട്രൈറ്റിസ് പോലെ ഉണ്ടാകും. അപ്പോൾ രാവിലത്തേത് മിസ് ചെയ്ത് കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ല, അടുത്ത ദിവസം മുതൽ കൃത്യമായിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ ജനറലായിട്ടുള്ള മെസ്സേജ് ഞാൻ പറഞ്ഞതാണ്, ഒരു ഗുളിക ഒരു നേരം മിസ് ചെയ്ത് കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് നിങ്ങൾ പേടിക്കേണ്ട. അത് അടുത്ത ഡോസിൻ്റെ കൂടെ കഴിക്കുക, അല്ലെങ്കിൽ അടുത്ത ഫോർ എക്സാമ്പിൾ HCQൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ രാവിലെ 1 വൈകിട്ടെന്നുള്ളത്, രാവിലത്തെ മിസ്സായാലും കുഴപ്പമില്ല, ഒന്നെങ്കിൽ അത് രാത്രിയുടെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ അത് മിസ്സായെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, അടുത്ത ദിവസം മുതൽ റെഗുലറായിട്ട് കഴിച്ചാൽ മതി. അതായിരിക്കും നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാവുന്നൊരു മെസ്സേജ്. പക്ഷേ നിങ്ങൾ മെത്തോട്രെക്സേറ്റ് മിസ് ചെയ്യുമ്പോൾ മാത്രം വളരെ ശ്രദ്ധിക്കണം. കാരണം മെത്തോട്രെക്സേറ്റ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ശനിയാഴ്ച മിസ് ചെയ്ത് ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ കഴിക്കുക, അത് കഴിഞ്ഞത് പോസ്റ്റ്പോണ്ട് ചെയ്യുക. അത് കഴിഞ്ഞും നിങ്ങൾ അപ്പോഴാണ് ചൊവ്വാഴ്ചയ്ക്കാണെന്ന് ഓർക്കുന്നത്, ആ മെത്തോട്രെക്സേറ്റ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ചിലപ്പോൾ 2 മെത്തോട്രെക്സേറ്റ് ഡോസ് തമ്മിലുള്ള അകലം 2-3 ദിവസം ആയിക്കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക.